കൊള്ളൂല ബ്രോ, പട്ടിപ്പടം ഒട്ടും കൊള്ളൂല, വളരെ മോശം സിനിമ. പിന്നെ ഫാൻസുകാർക്കെന്ന് വേണ്ടി പറഞ്ഞിട്ട് പടം ഇറക്കണമെങ്കിൽ ഫാൻസുകാർക്ക് മാത്രം ഇട്ട് കാണിച്ചു, അല്ലാതെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഫാൻസ് ഒന്നും അല്ല, നോർമൽ ഓഡിയൻസ് ആണ് പറഞ്ഞത്. പടം കൊള്ളത്തില്ല ബ്രോ, ചുമ്മാ 4 സീൻ എഴുതിയിട്ട് പടം ഒന്നും പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ അക്സെപ്റ്റ് ചെയ്യണം? ഒരു മിനിമം ക്വാളിറ്റി വേണം, ഇത്രയും പൈസ കൂടെ ഇറക്കണല്ലേ, അതിനനുസരിച്ച് ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു നല്ല പടം ഇറക്കണം. തല അൾട്ടിമേറ്റ് സിനിമ കൊള്ളാം, വൃത്തിയാണ്, വായിച്ചപ്പോൾ ഫാൻസിന് ഒരു നല്ലൊരു സിനിമയാണ്, ഫാൻസായിട്ട് കാണാൻ. അല്ല, ഇത്രയും പൈസ മുടക്കി 4 നല്ല ചെറിയ പടം ഇറക്കും, അതിന്റെ ആവശ്യമുള്ളൂ. ചുമ്മാ ഇതുപോലെ തല വേദനിച്ചിട്ട് തലയൊക്കെ പൊട്ടണം ആ സൗണ്ട് കേട്ടിട്ട്. വളരെ മോശം, കൊള്ളൂല ബ്രോ. പിന്നെ നമ്മൾ വന്ന് കാണണമെന്നേ ഉള്ളൂ. അജിത്ത് കൊള്ളാം, അജിത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് നമ്മളെ പടം കാണാൻ പറ്റൂലല്ലോ, സിനിമയ്ക്ക് വല്ലതും വേണ്ടേ? കണ്ടന്റ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ കുറെ പാട്ടുണ്ട്, പാട്ടൊന്നും മനസ്സിലായില്ല, പക്ഷെ കുറെ പാട്ടുണ്ട്. പടം പോരാ. അതിന് ഫാൻ പേജ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കൊള്ളാം, പിന്നെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫാൻ ബോയ് പടം എന്ന് പറഞ്ഞാൽ അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആയുണ്ടെങ്കിൽ നല്ല കണ്ടിരിക്കും, തിയേറ്റർ മസ്റ്റ് വാച്ച്. അതിനെങ്ങാണി അപ്പുറം ഓ കലകലപ്പ് കിളികലപ്പ് അത്രേ ഉള്ളു. പടം അടിപൊളി, ഒരു രക്ഷയില്ല. പക്ക ഫാൻ ബോയ് സംഭവമാണ്. ഒരു രക്ഷയില്ല, കണ്ടു നോക്കിയാൽ. അജിത് ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നോർമൽ ഫാൻസ് അറിയില്ല, പക്ഷെ അജിത് ഫാൻസിന് പക്ക എന്റർടൈൻമെന്റ് ആണ്. നല്ല പടം, എല്ലാം നല്ല തന്നെ, എല്ലാം നല്ല പടം തന്നെ. மாஸ் ராக்கிங் தான் ப்ரோ. அவர் எடுங்க, அவர் சூப்பரா பேசுறாரு. ஐஸ் போயிடுச்சு ப்ரோ, செம்ம. ഗുഡ് ബാഡ് ഫാൻ ഷോ പടം, അതായത് അജിത്തിന്റെ മുൻ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആർക്കാണെങ്കിൽ നല്ല റിസംബിൾസ് ഉള്ള അടിപൊളി ഫാൻ ഷോ പടം. ഫാൻസിന് ട്രീറ്റ് ആണ്, ഒന്നുമില്ല, ഫാൻ ഷോ. அஜித் நல்லா படம் நல்லா இருந்துச்சு, சூப்பரா. സൂപ്പർ, നല്ല പടം നൈസാണ് ബ്രോ. അജിത്തിന്റെ കുറെ നാൾക്ക് ശേഷമാണ് ഒരു പടം നല്ല സെലിബ്രിറ്റി ആയിട്ട് കണ്ടത്. നൈസ് പടമാണ്. ആൻഡ് ഔട്ട് അജിത് ഷോ ആണ്, ഫുൾ റെഫറൻസ് ഒക്കെയാണ്. പടം നൈസാണ്. കൂടുതലും ഫാമിലിക്കൊന്നും പറ്റില്ല, പക്ഷേ ഫാൻസ് പറ്റുന്ന ഒരു പടമാണ്. ഇത് പറയുന്നത് അജിത്തിന്റെ ഷോ തന്നെ. റെഫറൻസ് ആ ഒരു ബോറാക്കാത്ത രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക് പോർഷൻസിൽ കുറച്ച് എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടി. അങ്ങനെ മൊത്തത്തിലൊരു നൈസ് അടിപൊളി പടമായിരുന്നു. കൊള്ളാം, നല്ല പടം, അടിപൊളി പടം. അജിത്തിന്റെ പടത്തിനെ കുറിച്ചാണ്. നല്ല രസമുണ്ട് പടം. നല്ലൊരു തിരിച്ചു വരവെന്ന് പറയാം. നല്ല മേക്കിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. வச்சு பார்க்காத அளவு இருக்கு படம். அவ்வளவு பார்த்துட்டே இருக்கலாம் போல இருக்கு. நல்லா பிஜிஎம் எல்லாமே சூப்பரா இருக்கு. നല്ല പടം. പഴയ അജിത് കുമാറിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നല്ല പടം, നല്ല പടം. എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പഴയ ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ശരിക്കും ഒരു എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതാണ് വേണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെയാണ് കണ്ട് ശീലമുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പത്തെ പടവും നല്ല പടമായിരുന്നു. എന്നാൽ ഇത് കൊള്ളാം, നല്ല പടം. നല്ല സിനിമ സൂപ്പർ. അജിത് സാറിന്റെ സൂപ്പർ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആദ്വിക് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സിനിമ. ഒരു അജിത്ത് ഫാനെ എനിക്ക് ഒരു മങ്കാത്ത വ്യാതളം എന്റെ കലയ്ക്ക് മങ്കാത്തയ്ക്ക് മേളൊരു ഫീല് കിട്ടും. ഹെവി ഒമ്പോ അൾട്ടിമേറ്റ് തന്നെ, അൾട്ടിമേറ്റ് ഫാൻ പോയി പണ്ടല്ലാണ് ഒമ്പോ കിടിലം മങ്കാത്തോ വ്യാതളം എല്ലാം കൂടെ കലയ്ക്ക് ഈ കീടിലായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെടും. എത്ര വേണേലും കാണാം ഈ പടം. ഹെവി മങ്കാത്തയ്ക്ക് ശേഷം ഇത്രയും ഒരു ഹാപ്പി ആയിട്ട് കണ്ട ഒരു പക്ക കമേഴ്ഷ്യൽ ലോജിക്കൊക്കെ മാറ്റി ഒരു കമേഴ്ഷ്യലായിട്ട് രീതിയിൽ കണ്ടാൽ മതി. ഹെവി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഹെവി ഇടും. കണ്ടു നോക്കുമ്പോ അൾട്ടിമേറ്റ് ഫാൻ ബോയ് ഒന്നും പറയില്ല. ഭയങ്കര ഹാപ്പി.